അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറേ ആയി വീഡിയോ ഒന്നും അങ്ങനെ കുറേ ആയിട്ടില്ല. എന്നാലും പാട്ടൊന്നും പിന്നെ അങ്ങനെ എപ്പോഴും പാടാനൊന്നും പാട്ടെല്ലാം പഠിക്കുകയും വേണ്ടേ. അപ്പോൾ ഇന്നൊരു നമ്മളെ മുറ്റത്തോലുള്ള ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെന്നാന്ന് പറഞ്ഞാൽ ഇത് ലിച്ചി മരം എന്നാണ് പറയുന്നത്. ഇതറിയുന്ന ആളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ലിച്ചിയാണോ കാണിച്ചു തരാം. അതാ ഇത് ലിച്ചി മരം ലിച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നട്ടിനി. ഇതെനക്ക് ഒരാൾ തന്നെയാണ്, ഒരു തൈ തന്നെയാണ്, കുരു പാവി പൊടിപ്പിച്ചിട്ട് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 20 വർഷം അങ്ങനെ ആയിരിക്കും നട്ടിട്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉയരത്തിൽ നല്ല ഉണ്ടാവുമെന്നാണ് ചിലവർ പറയുന്നത്. ഇതിവിടെ മറ്റുള്ള മരങ്ങളെ അടക്കായി പോയതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. അപ്പോൾ അതായത് വലിയ മരമായി കണ്ടാ, അങ്ങ് ഉയരത്തിൽ വലിയ മരമായി. നമ്മൾ വീട്ടിലേക്ക് കൊമ്പ് വരുന്നതുകൊണ്ട് കുറച്ച് കൊമ്പ് കൊത്തിക്കളഞ്ഞ്. അപ്പോൾ ഇത് ഇനി എപ്പോഴാണ് പൂക്കുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊന്നും സാധനം എന്നറിയില്ലേ. ഇത് നമ്മൾ പശുവിന് കൊടുക്കാൻ പുല്ല് കൊണ്ടുവച്ചതാണ്. അത് മഴ വരുന്നതുകൊണ്ട് ഇവിടെ അടച്ച് വെച്ചതാണ്. നമ്മളെ വീട്ടിലൊരു ചെറിയ വണ്ടിയുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വളപ്പിലുള്ള ഒരു കാഴ്ചയെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വളപ്പിലൊന്നും കാര്യമായിട്ട് അങ്ങനെ ഇല്ല. ഇതാണ് നമ്മളെ വീട്. ഇവരിവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയില്ലേ, ഇവരെ ഇനിയിപ്പം 2 മാസം ഇങ്ങനെ സഹിക്കലാണ്. ഒരാളും കൂടി വന്ന്, ഒരാൾ ഓടിച്ചു വന്നറിയില്ല, ഒരാൾ എവിടെയോ ഓടിപ്പോയി. അപ്പോൾ ഇവർ കുറച്ച് സമയം ടി വിയെല്ലാം കണ്ട് ഇനിയിപ്പോൾ ഇവരെ പണി എന്താണെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബേക്കറി സാധനം ഇപ്പം കൊണ്ടേക്കേണ്ടി വരും. അതാണ് ഇവർക്ക് വേണ്ടത്, ചോറും കഞ്ഞിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടാണിത്, നമ്മൾ പഴയ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഓരോ കല്യാണത്തിനെല്ലാം അങ്ങനെ കുറച്ച് അങ്ങനെ നന്നാക്കിയിട്ടാണ്, അല്ലാണ്ട് നല്ല വലിയ വീടല്ല. ഇത് സപ്പോട്ടയാണ് കേട്ടോ. സപ്പോട്ട ഒരുപാടുണ്ടായിനെ. പക്ഷേങ്കിൽ ഇത് പറിക്കണമെങ്കിൽ ഇവരാരെങ്കിലും കയറി നിലത്ത് വീണൂടാ. നിലത്ത് വീണാൽ പിന്നെ ഇത് ഒന്നിനും കൊള്ളൂല, ഒരു തോല് പൊട്ടിയാൽ മതി. അപ്പോൾ വവ്വാൽ, നമ്മൾ പാറോടെന്ന് പറയുന്നത്, അവർ പറിച്ചു കൊണ്ടുപോകലാന്ന്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പറിക്കാൻ എന്നെ ഒരുപാടുണ്ട്, ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറിക്കാനാകുന്നില്ല. മാങ്ങ പറിക്കുന്നൊരു വലക്കൊക്കെ ഉണ്ടായി, അതിൻ്റെ അകത്ത് ഇത് ഇങ്ങനെ ഇതാവില്ല, കുടുങ്ങൂല. ഇത് അടുത്തല്ലേ ഇതിൻ്റെ കണ്ണി, അതുകൊണ്ട് മാങ്ങ കുറച്ചും കൂടി ഇങ്ങനെ താഴ്ന്നു നിൽക്കൂലേ. അപ്പോൾ മാങ്ങ പറിക്കാനാകും പോലെ ഇത് പറിക്കാൻ കഴിയുന്നില്ല. ഇത് ചെറിയ കുട്ടികളങ്ങ കയറിയിട്ട് തന്നെ പറിക്കേണ്ടി വരും. അപ്പോൾ ഇതിക്കെല്ലാം നമ്മൾ അങ്ങനെ ഒരുപാട് കൊണ്ടുപോയി വിട്ടും. കുറേ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ ഒരു പറമ്പത്ത് 2 വീടാണ് കേട്ടോ. ഇതാ നമ്മൾ നിൽക്കുന്ന വീട്, അതാണ് തറവാട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വലിയ പറമ്പാണ്. അപ്പോൾ 2 ആൺമക്കളാണ്. അവർക്ക് ഒരാൾക്ക് അതിൻ്റെ ഇപ്പുറം തന്നെയാണ് വീടെടുത്തത്. അപ്പോൾ അവരെ വീടാണിത്. ഇത് ഞാൻ മുമ്പേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണിച്ചിന് വീടുമെല്ലാം. നമ്മൾ പൂവിടുന്നയോ അങ്ങനെയെല്ലാം ഞാൻ കാണിക്കലുണ്ട്. അപ്പോൾ ഇത് മോൻ്റെ വീടാണ്. അപ്പോൾ ഇതെന്നാന്ന് വിചാരിച്ചാൽ ചീര കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ ഒന്നും പച്ചക്കറി ആക്കൂല. ഇനിയിപ്പം പച്ചക്കറിയാണ് എൻ്റെ പ്രധാനം. പക്ഷേങ്കിൽ ഇനിയിപ്പം ഞാൻ കുറച്ച് മഴ പെയ്യാൻ തുടങ്ങിയാലേ പച്ചക്കറി ആക്കുള്ളൂ. ഭയങ്കര ചൂടും ഇതെന്ന് പറഞ്ഞാൽ ഈ ചീര നോക്കറ. ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഈ ചീര ഉണ്ടായത്. ഇതെൻ്റെ മോൻ്റെ ഭാര്യ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് കുറച്ച് തൈ. ഇതാണ് ബ്ലാത്താങ്കര ചീര എന്നാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ ചീര എപ്പോഴും ഉണ്ടായാൽ. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ കുറച്ച് പറിച്ച് വറുത്ത്, അപ്പോൾ ഇത് നമ്മൾ വിത്തിന് വെച്ചതാണ്. അപ്പോൾ വിത്താവില്ല, കുറേ കഴിഞ്ഞാലേ വിത്താവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ ഒന്ന്. അപ്പോൾ കണ്ട കുറേ വലുതായിട്ടും അതിന് പൂവൊന്നും വന്നില്ല. നമ്മളെ ചീരയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പൂവ് വരാനായി. അപ്പോൾ ഇതാണ് മോൻ്റെ വീട്. മോൻ്റെ വീടെല്ലാം ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ
അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും, അപ്പുറം പോയി കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീടും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമൊന്നും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ പറമ്പത്തെ നമ്മളെ വീട് മാത്രമാണ്. നമുക്ക് ആരെയും രാത്രിയിലായാലും ആരെയും കാണില്ല, ഒരു പേടി പോലെയാണ്. അപ്പോൾ ഇപ്പം പിന്നെ എൻ്റെ മോൻ്റെ ഈ വീടെടുത്തു. കുറച്ച് ബാക്കിലോട്ടെല്ലാം വീടുണ്ട്, എന്നാലും കുറേ വിട്ടിട്ടാണ്. ഇപ്പം നമുക്ക് അടുത്തിട്ടൊരു വീട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീട്ടിൽ കൂടിയില്ല. അപ്പോൾ ഇവർ കൂടിയാൽ നമുക്ക് അടുത്തൊരു ആൾക്കാരായി വീട്. ആ കുട്ടികൾ വെയിലത്ത് കളി. അപ്പോൾ ഇത് കണ്ട, ഇത് റംബൂട്ടാനാണ് കേട്ടാ. ഇത് ഞാൻ ഇന്നാ കണ്ടേ. ഇത് മോൻ്റെ മുറ്റത്താണ് ഉള്ളതേ. ഞാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വളപ്പിലെല്ലാം കഴിഞ്ഞൊരു വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വന്നേരല്ലേ ഇത് കണ്ടത്. ഇതെന്നാന്ന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ആണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറം തന്നെ ഒരു മാവുണ്ട്. ഇതെന്താ ബങ്ങനപ്പള്ളിയാണ് അങ്ങനെ പറഞ്ഞ മാവ് എന്നിട്ട് നട്ടിനി. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അധികം പൂത്തുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതല്ലേ എന്താ പറയുക, ഈ ശംഖുപുഷ്പം. ഇതാണ് ശംഖുപുഷ്പം. നമ്മൾ വെള്ളമെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ പൂവ് എടുത്തിടലുണ്ട്. ഇതിൻ്റെ വാളെല്ലാം ഒരു വടിയുണ്ട് കേട്ടാ. അപ്പോൾ ഇത് റംബൂട്ടാനിപ്പോൾ വിരിഞ്ഞേ. അതെ, ഇതിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പല്ലേ കണ്ടത്. അതെ, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ഇതിങ്ങനെ ഞാൻ നോക്കുമ്പോന്ന് ഇതെപ്പാ വിരിഞ്ഞെന്ന് തോന്നിയത്. അപ്പം നിങ്ങളിത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടാ. അപ്പം എനിക്കിത് കണ്ടേരോ നല്ല സന്തോഷമായി. അപ്പോൾ ഓരോരോ ഈ സംഭവങ്ങളിങ്ങനെ കാണിക്കാമല്ലോ. ശംഖുപുഷ്പം ഞാൻ കാണിച്ചു. ശംഖുപുഷ്പം ഒരുപാടുണ്ടല്ലോ. ഇത് പിന്നെ കഴുങ്ങും, ഇതെല്ലാം നമ്മൾ നട്ടത്. നല്ലൊരു ചെടി, പൂക്കളെല്ലാം ഒരുപാടുണ്ടേനെ. ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് ഉമ്മമ്പഴം ഉണ്ടായിട്ടുണ്ട്. ഉറുമാമ്പഴവും ഉണ്ട് അല്ലേ. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി എല്ലാം നമ്മൾ പറിച്ച് എല്ലാം കഴിഞ്ഞു പോയി ഉണ്ടോ. എന്നാലും അടിയിലെല്ലാം ഉണ്ട്. ഒരു വടി പറിച്ചിന് ഇഷ്ടം പോലെ കിട്ടീന്. ഇത് നമ്മളെ കുരുമുളക് വള്ളിച്ചെടിയും ഇതിനെല്ലാം ഞാൻ വെള്ളമടിക്കും. അതുകൊണ്ടാണ് ഒരു പച്ച കാണുന്നത്. അപ്പോൾ നല്ല വെള്ളം കിട്ടണം എല്ലാനും. അപ്പോൾ ഇവർക്ക് നമ്മളിവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തു. ഇനി ഇവർ കുറേ സമയം ഇവിടെ നിന്ന് ഇങ്ങനെ ഊഞ്ഞാലാടും, കുറേ സമയം ടി വി കാണും. വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് കുറച്ചങ്ങോട്ട് പറമ്പുണ്ട്, അവിടെ പോയി കളിക്കും. ഇതിപ്പം ഊഞ്ഞാലാടലാന്ന് ഇവർ. അപ്പോൾ ഇതൊരു വലിയ പ്ലാവാണ് കേട്ടോ. ചക്ക എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ എല്ലാം മുകളിൽ ഇപ്പം ചക്ക ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം വർഷാകുമ്പോൾ ഇങ്ങ് പോവുക. അതാണ് നമുക്ക്. ഇത് നമ്മളെ ചുവന്ന ചെമ്പകം കേട്ടോ. ഇനിയിപ്പം നമുക്കൊരു പൂരോത്സവമുണ്ട്, ഒരു പൂവിടലും. നമ്മളെ കാവിൽ ഉത്സവം 7 ദിവസം ഒരു പൂവിടലെല്ലാം ഉണ്ട്. അത് അതിനില്ലാകാനായി. അപ്പോൾ അതിന് നമുക്ക് പൂവെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാ നല്ല ചുവന്ന ചെമ്പകം, വെള്ളച്ചെമ്പകം ഉണ്ട്. കാന്താരിയെല്ലാം പഴുത്തിട്ടിങ്ങനെ നിൽക്കുന്നു കേട്ടോ. ആർക്കും വേണ്ട ഇവർക്കൊന്നും. കാന്താരിയൊന്നും പറിച്ചിട്ട് എല്ലാം അതിൻ്റെ മുകളിൽ തന്നെ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇക്കെല്ലാം നമുക്ക് മാങ്ങ വൈകിട്ടാണ്. ഇതിൻ്റെ എല്ലാം മേലെ ഇങ്ങനെ ചെറിയ ഉണ്ണി ഇങ്ങനെ വിരിഞ്ഞിനേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കുറ്റ്യാട്ടൂർ മാങ്ങ കേട്ടോ. മാങ്ങ ഇക്കെല്ലാം കുറച്ച് വൈകിട്ടാണ്. ഈ കാണുന്ന മാങ്ങയൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും പറിക്കാനാവില്ല കേട്ടോ. വിഷു എല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം പറിക്കേണ്ട മാങ്ങ ഇല്ല, വൈകിട്ടാണ് ഉണ്ടായത്. കേട്ടോ എല്ലാം ഇങ്ങനെ എന്താ പറയുക, കീഴിൽ നിന്ന് പറിക്കേണ്ടതാണ്. ഓരോന്നോരോന്ന് പറിക്കുന്നതിനെ പറിക്കുക. അതുപോലത്തെ ചെറിയ മാവുമലാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ മാവുമലൊന്നും ഇക്കെല്ലാം മാങ്ങയില്ല, മാങ്ങ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. മുറ്റത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് നല്ല സന്തോഷം. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാവാണേ. ഇതിൻ്റെ മേലെ കഴിഞ്ഞ കൊല്ലം 2-3 ഉണ്ടായിന്, വയ്യ ഉണ്ടായിന്. എന്നാലും നമ്മളത് പറിച്ചിന്. വൈക്കെല്ലാം ഉണ്ടാ
ഇത് ആയില്ല കേട്ടോ, മൂത്തിനൊന്നുമില്ല. 2 കുടുംബെല്ലായിട്ട് കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. ചെറിയ പ്ലാവാണ്. അതിൻ്റെ അടി കണ്ട ഞാൻ വെള്ളം നനക്കുമ്പോൾ അതിൻ്റെ മണ്ടക്ക് വെള്ളമെല്ലാം ആക്കും. അപ്പോൾ ചെറിയ പ്ലാവാണ്. അപ്പോൾ ചക്കയെല്ലാം കുറവാണ്. അപ്പോൾ ഇതെൻ്റെ പശുവാണ് കേട്ടോ. ഒരു പശുവേ ഇപ്പോൾ ഉള്ളൂ. 5-6 കൊല്ലം പശുക്കൾ, ഒരുപാട് പശുക്കൾ നമുക്ക് ഉണ്ടാകലുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് എല്ലാം എന്താ പറയേണ്ടത്, വയസ്സാവില്ലേ ഇന്ന്. എല്ലാവർക്കും കൈവേദനയും കാലുവേദനയും അങ്ങനെ ആയിട്ട് നമ്മൾ പശുക്കളെയെല്ലാം കുറേ ഒഴിവാക്കി. ഇപ്പോൾ ഒരു പശു ഉണ്ട്. അത് പ്രസവിക്കാനായിട്ടുണ്ട്, പ്രസവിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ ആസ്വദിക്കല. മാവിൻ്റെ മിരട്ടാണ് കെട്ടിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ കിടന്നിട്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കാഴ്ചയാണ്. ഇതെല്ലാം എൻ്റെ പച്ചക്കറി നട്ട സ്ഥലം. ഇനി എല്ലാം തുടങ്ങണത്രേ, ആദ്യം തുടങ്ങണത്രേ. ഇനി ഇപ്പം തുടങ്ങിയാൽ ശരിയാവില്ല, ഒരു മഴ പെയ്യണം, എന്നാലേ ഇനി അടുത്ത പച്ചക്കറി നോക്കാൻ കഴിയുള്ളൂ. ഇവർ പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇവരിങ്ങനെ രാവിലെ അങ്ങ് ഇളക്കി കൊടുക്കും. വൈകുന്നേരം രാത്രിയാവും ഇവർ കൂടണ്ടിക്കൽ. ഇവർ എന്ത് കളിച്ചാലും കൂടാൻ വരില്ല. ഒരേ ഇങ്ങനെ നടത്താന്ന്. ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ കഴിയുമ്പം വന്ന് വെള്ളം കുടിക്കും. പിന്നെ നായ്ക്കളെല്ലാം പിടിക്കാൻ വരുന്നുണ്ടേ. പക്ഷേങ്കിൽ ഇവരെ ഒരു ഒച്ചയാക്കുന്നതുകൊണ്ട് ഇവരെ അങ്ങനെ കിട്ടുന്നില്ല. നായ്കൾ പേടിച്ച് പോയാലാന്ന്. അപ്പോൾ മെല്ലെ മെല്ലെ പോകുന്നുണ്ടാ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ടത് ഞാൻ ഇതുവരെ ഇവരെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കോഴികളുണ്ട് കേട്ടോ. ഇതാ കോഴികൾ, ഇതാ ഇതുപോലത്തെ കൂട്ടിലാന്നുള്ളത്. ഇവരെ ഭയങ്കര ഒച്ചയാക്കലാന്ന്. ഇവരെ കുറേ ഉണ്ടായിനുവേ. ഒരു സാധനമില്ലേ, ഒരു മരപ്പട്ടി, നമ്മൾ കല്ലുണ്ണി എന്ന് പറയും, മരപ്പട്ടി. അവർ വന്നിട്ട് ഇവരെ രാത്രി കടിച്ച് കൊന്നുകളയാം. അപ്പോൾ ഞാനൊരു സൂത്രം എടുത്തു. ഇങ്ങനെ ഈ വല, ഇതിൻ്റെ മുകളിലേക്കൂടെ വലയിട്ടിട്ട്, ഇങ്ങനെ വലയിട്ടിട്ട് ഈ വലയും താത്തു കൊടുക്കും രാത്രി. എന്നിട്ട് പിന്നെ ലൈറ്റ് വിട്ട് വെക്കും. അതിന് ശേഷം അങ്ങനെ ഇവരെ പിടിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ കഷ്ടം. രാവിലേക്കാന്ന് കൊണ്ടുപോയി കളയുന്നു. കൊണ്ടുപോവില്ല, കടിച്ച് അവിടെ കൊന്നിടും. അതൊരു വല്ലാത്ത. അപ്പോൾ ഇതാണ്. ഇവർ കുറേ ആയി കേട്ടോ, ഒരുപാടായി. 1 കൊല്ലത്തിലെല്ലാം അധികമായി ആകാനായി. ഒരു മുട്ടയെല്ലാം നല്ലോണം മുട്ടയിലിടും. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ തീറ്റയും കൊടുക്കണം. നല്ലോണം തീറ്റ കൊടുക്കും നമ്മൾ. അതുകൊണ്ട് എപ്പോഴും മുട്ടയുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാവും ഇവരെ കൊണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോഴികളെ. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ നമുക്ക് റൂമൊന്നുമില്ല കേട്ടോ. ഇതൊരു റൂമാണ്, നടു റൂം മാത്രമാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. ഇങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടിടും. അതാണ്. അപ്പോൾ നമ്മൾ മുകളിലൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. കുറച്ച് പഴയ വീടല്ലേ, അതുകൊണ്ട് പിന്നെ. അപ്പോൾ ചോർച്ച ഉണ്ടായിന്. അതുകൊണ്ട് ഇതിനെല്ലാം ഇങ്ങനെ ഷീറ്റ് അടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവനൊരു ആനക്കുട്ടീനെയും കൊണ്ട് നടക്കലാന്ന്. ഇവൻ കുറേ ആയി വീഡിയോയിലൊന്നും വരാത്തത്. ഒരു ഹായ് പറയറാ, ഒരു ഹായ് പറയ്. ആനക്കുട്ടി കൈ പിടി, ഇപ്പുറത്തെ കൈ കൊണ്ട് ഒരു ഹായ് പറയ്. ആനക്കുട്ടീനെ അവിടെ വെക്ക്. അവിടെ വെക്ക്. നല്ലൊരു ഹായ് പറയ്. ബാബാ ഹായ് പറയ്. ഇപ്പം പാട്ടൊന്നും ഇവൻ പാടുന്നില്ല. ഇതിന് മടിയായി. ഇനി അടുത്ത് പാട്ട് പാടണേ. പരിപാടിക്ക് എപ്പോഴും പാട്ട് പാടലുണ്ട്. എന്നാൽ അതെ. അപ്പോൾ നമ്മളിതും കണ്ട നെല്ല് പുഴുങ്ങി ചിക്കിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ മൊത്തം ഷീറ്റ് അടിച്ചുകൊണ്ട് നമുക്ക് നല്ല സ്ഥലമുണ്ട് തുണി അലക്കി അറിയിടാനും. നെല്ലിങ്ങനെ പുഴുങ്ങി ചിക്കിയിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്. അതായത് നമ്മളെ വക്കിന് പോലെ പേരമരം കണ്ട. ഈ വർഷത്തിൽ ഒരു വടി ഉണ്ടായി. ഇപ്പോൾ ഒരു വടിയുണ്ട്. ഇവരൊന്നും ഇതിപ്പം തിന്നുന്നില്ല. അതാണ്ടാ ഇതിൻ്റെ മേലെല്ലാം പഴുത്ത് കിടക്കുന്ന ഇതെല്ലാം പാറുവടം കൊണ്ടുപോകുന്നുണ്ട്. ഇവർക്കെല്ലാം തിന്ന് മടുത്ത്. സപ്പോട്ടയും പേരക്കയും എല്ലാം ഒന്നിച്ചാകുമ്പോൾ ഇവർക്കങ്ങനെ
വേണ്ട. എനിക്ക് പൊതുവേ പിന്നെ അത്ര ഇഷ്ടമല്ല പേരയ്ക്കയോടൊന്നും. ഞാനങ്ങനെ ഒന്നുമില്ല, ഇവർക്ക് പറിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് പേരച്ചെടി. ഇങ്ങോട്ട് കൊണ്ട് വരാം. ഇതിപ്പം ഞാൻ എൻ്റെ ലിച്ചി ഞാൻ മുകളിൽ കയറിയോണ്ട് ലിച്ചി മരം എന്താ നല്ലോണം കാണുന്നുണ്ടാ, വലിയ മരമായി. എന്നിട്ടാണ് ഇത് പൂക്കാത്തത്. ഇത് ഞാനിങ്ങനെ, എന്നാലും നമുക്ക് മുമ്പിൽ നല്ല തണൽ കിട്ടുന്നുണ്ടേ. അപ്പം മാങ്ങയുണ്ട് കേട്ടോ, ഇതിൻ്റെ നടുക്ക് മാങ്ങയുണ്ട്, അവിടെ ഒരു മാവലുണ്ട്. ഇപ്പോൾ തണൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങനെ കളയൂല. ഇനി വേനൽക്കാലം നല്ല തണുപ്പാണ്, ഇതിൻ്റെ ഇലയും ഇങ്ങനെ നല്ല മുറ്റത്തെല്ലാം അടയിലിരിക്കാതെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം തരണേ. അപ്പോൾ അടുത്തത് ഈ പാട്ട് പാടാൻ ഇനി ഇന്ന് ഇങ്ങനെയുള്ള വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി പിന്നെ ഒരു ദിവസം പാട്ടുമായിട്ട് വരാം. താങ്ക് യു.